സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റി അറിയുന്നതിന് മുമ്പ് സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഭയങ്കരമായിട്ട് ഡ്രൈ ആകും, അതുപോലെ തന്നെ പിമ്പിൾസ് വരും. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ കൂടുതലായിട്ട് സെക്രേറ്റ് ചെയ്യും, അത് കാരണം പിമ്പിൾസ് വന്ന ഡാർക്ക് സ്പോട്ട്സ് ആയി അൺഈവൻ സ്കിൻ ടോൺ ആവും, സൺ ടാൻ അടിച്ച് മൊത്തം സ്കിൻ നമ്മൾ ഡാമേജ്. ഒന്നാമതായിട്ട് പറയുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ സൺസ്ക്രീനിന്റെ ലേബിൾ നോക്കാറില്ല. നമ്മൾ സ്കിന്നിലോട്ട് സൺസ്ക്രീൻ ലെസ് ആയിട്ട് ഉപയോഗിക്കും. അടുത്ത് പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ ഫോളോ ചെയ്യാതെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കിന്നിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്നില്ല. ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരെ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത എല്ലാവരും യൂസ് ചെയ്യുന്നത് വെച്ചാൽ സണ്ണി ഡേയ്സിൽ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അർഷി ബീയിങ് സെൽഫ്. ഇറ്റ്സ് മീ അർഷി. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യാറില്ല, ലോങ് വീഡിയോസ് ചെയ്യാറില്ല. കാരണം നമുക്ക് ബോഡിയിൽ ബോഡി പാർട്സിനൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊരു ബോഡി ബാക്ക് പെയിൻ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചികിത്സയിലാണ്. അപ്പോൾ ആ ചികിത്സ എല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഫ്രീ ആവുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ഹെൽത്ത് ഇഷ്യൂ കാരണമായിട്ട്. അപ്പോൾ നമ്മളിനി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ചാനലിലൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ നെയിമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പഴയ നെയിം എന്ന് പറയുമ്പോൾ അർഷി മിതി വ്ലോഗ്സിനാണ്. നമ്മൾ പുതിയ പേര് എന്ന് പറയുമ്പോൾ അർഷി ബീയിങ് സെൽഫ്. എല്ലാം നോട്ടിഫൈ ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പോൾ സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. സ്കിൻ കെയർ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സീരീസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് വാഷ്, ടോണർ, സിറം, മോയ്സ്ചറൈസിങ് ഈ 4 കണ്ടന്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കണം, എന്നിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മേജറായിട്ടുണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ്. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റി അറിയുന്നതിന് മുമ്പ് സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയിക്കാം. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും, അതുപോലെ തന്നെ പിമ്പിൾസ് വരും. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ കൂടുതലായിട്ട് സെക്രേറ്റ് ചെയ്യും, അത് കാരണം പിമ്പിൾസ് വന്ന ഡാർക്ക് സ്പോട്ട്സ് ആയി പിന്നെ ഫേസ് മൊത്തം ഡള്ളായി പാച്ചി സ്കിന്ന് വരും. ഡ്രൈ സ്കിന്നാണെങ്കിൽ പാച്ചി സ്കിൻ ആവും, അൺഈവൻ സ്കിൻ ടോൺ ആവും, സൺ ടാൻ അടിച്ച് മൊത്തം സ്കിൻ നമ്മൾ ഡാമേജ് ആവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളൊന്ന് കുറയ്ക്കാനും നമ്മൾ ആ സ്കിന്നിനെ നമ്മൾ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും കൂടിയാണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള മിസ്റ്റേക്സ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. സൺസ്ക്രീനിന്റെ ലേബിൾ നോക്കാറില്ല. നമ്മളിപ്പോൾ ഏത് സൺസ്ക്രീൻ എടുത്താലും നമ്മൾ അതിൻ്റെ ലേബിൾ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം അതിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ SPF 30 അല്ലെങ്കിൽ SPF 50 ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ PA+ അല്ലെങ്കിൽ PA4+ കൂടുതലുള്ള സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ അത് നമ്മൾ സ്കിന്നിനായിട്ട്, നമ്മളെ ഇന്ത്യൻ സ്കിന്നിനായിട്ട് അത് സെറ്റ് ആവുന്നത്. നമ്മൾ ഈ PA+ എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീനിൻ്റെ ആ ഒരു ലെവലാണ്, നമ്മൾ ആ ക്വാളിറ്റിയുടെ ലെവലാണ് PA+ കാണുന്നത്, PA+ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PA+, 4+ന് കൂടുതലുള്ളതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ PA+ ഉണ്ടാകുന്ന നോക്കണം, SPF 30 അല്ലെങ്കിൽ SPF 50, മിനിമം SPF 30 എങ്കിലും വേണം. UVB അല്ലെങ്കിൽ UVA പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന നോക്കണം. ഇതൊക്കെയാണ് നമ്മൾ ലേബിളിൽ ചെക്ക് ചെയ്യാവുന്നത്. അടുത്ത് പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിലോട്ട് സൺസ്ക്രീൻ ലെസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ ഹൈ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ കുറച്ച് ഉപയോഗിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 2 ഫിംഗറിലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നമ്മൾ കുറച്ച് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമ്മൾ സ്കിന്നിന് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഭയങ്കര വെയിലാണ്, നമ്മൾ പുറത്തിറങ്ങാൻ തന്നെ കഴിയാത്തുള്ള വെയിലാണ്. അപ്പോൾ നമ്മൾ സണ്ണിൻ്റെ എക്സ്പോഷർ കൊണ്ട് നമ്മൾ സൺസ്ക്രീൻ കുറച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ആ ഒരു വേണ്ട വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടത്തില്ല. അടുത്ത് പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യാതെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കിന്നിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ സ്കിൻ കെയറിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഫേസ് വാഷ്, ടോണർ, സിറം, മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ. ഇതാണ് 5 സ്റ്റെപ്പ്. ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ക്ലെൻസർ, ഹൈഡ്രേറ്റഡ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിതിൽ ചെയ്യുന്ന ഈ ഒരു ഓർഡറിലല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു യൂസും ഉണ്ടാകത്തില്ല. കാരണം ഫേസ് ക്ലിയർ ആയിട്ട് കഴുകാതെയാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വെച്ചോ,
അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ ഉള്ള ഡേർട്ടിൻ്റെ കൂടെ ആയിരിക്കും ഈ സൺസ്ക്രീൻ ഇരിക്കുന്നത്. അപ്പോൾ സ്കിൻ കെയർ ഈ ഒരു സൺസ്ക്രീനിനെ കൊണ്ട് നമുക്കൊരു യാതൊരു യൂസും ഉണ്ടാകത്തില്ല. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതെയാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ചില സൺസ്ക്രീനൊക്കെ എന്നുവെച്ചാൽ മിക്കപ്പോഴും ഉള്ള സൺസ്ക്രീനൊക്കെ ഭയങ്കര ഒരു കെമിക്കൽ റിയാക്ഷനുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ എല്ലാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചർ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാവും. ഒരു കൊച്ചു ജനിച്ച് 6 മാസം കഴിയുന്നത് മുതൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതായത് SPF 30 ആണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സൺസ്ക്രീൻ. പിന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരെ അധികമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മൾ പുറത്ത് പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീടിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് വെച്ചോ, എന്നാലും നമ്മൾ രാവിലെ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ്, അതാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നൈറ്റും കൂടി സൺസ്ക്രീൻ യൂസ് ചെയ്യണം പുറത്ത് പോകുന്നവരാണെങ്കിൽ. അപ്പോൾ LED ലൈറ്റിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അടുത്ത് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ ക്ലൈമറ്റിൽ, അത് ഡിഫറെൻറ്റ് ക്ലൈമറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് വെച്ചാൽ സണ്ണി ഡേയ്സിൽ മാത്രമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റെയിനി ഡേയ്സിലും അല്ലെങ്കിൽ നമ്മൾ വിൻ്റർ സീസൺ ആയാലും നമ്മൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഏത് സമയത്തായാലും ഏതൊരു ക്ലൈമറ്റിലായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നമ്മൾ സണ്ണിൽ നിന്ന് UVB അല്ലെങ്കിൽ UVA പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ. അപ്പോൾ ഈ ഒരു നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും അല്ലെങ്കിൽ എല്ലാ കാലാവസ്ഥയിലും നമ്മൾ എന്ത് ചെയ്യണം, സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ സ്റ്റെപ്പില്ലെങ്കിൽ സ്കിൻ കെയർ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൺസ്ക്രീൻ. നമ്മൾ ഏത് സാധനം ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി സൺസ്ക്രീൻ ഉപയോഗിക്കണം. ബാക്കി മോയ്സ്ചറൈസർ അതിൻ്റെ ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് നമുക്ക് യാതൊരു യൂസും ഉണ്ടാകത്തില്ല. എന്തായാലും നമ്മൾ സൺസ്ക്രീൻ എന്തായാലും നമ്മൾ സ്കിൻ കെയർ സ്റ്റൈലിൽ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് സ്റ്റേ ട്യൂൺ. ബൈ ബൈ.